ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഹായ്ഡ മക്കളെ, നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ് ആണ്. അപ്പൊ ഞാനിപ്പോ വന്നിരിക്കുന്നത്, ഞാൻ 1 മാർക്കിന്റെ ഒരു കോണ്ടന്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, എല്ലാ ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട്. അതേപോലെ 4 മാർക്കിന്റെ കോണ്ടന്റ് വീഡിയോ ഞാൻ ചെയ്തു. അപ്പൊ എന്റെ മനസ്സിൽ ഭയങ്കര കുറ്റബോധം, എന്റെ മക്കൾക്ക് 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ചോദ്യം ഡിസ്കസ് ചെയ്തില്ലല്ലോ, പറഞ്ഞു കൊടുത്തില്ലല്ലോ. ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്. യെസ്, നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ വേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഞാനത് എടുത്തു പറയാണ്, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യങ്ങളായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് അറിയാം അല്ലെ. കാരണം എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. അപ്പൊ നമുക്ക് നന്നായിട്ട് എക്സാം എഴുതാനും പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. ഓരോരോ ക്വസ്റ്റ്യനും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, എത്രത്തോളം ആൻസർ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ് പറഞ്ഞുതരും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ എക്സാം ഹാളിൽ പോകുമ്പോൾ നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് കേൾക്കുമ്പോൾ മിക്ക മക്കൾക്കും ടെൻഷനാ. എനിക്കറിയില്ല എന്തിനാ നിങ്ങൾ ഈ ടെൻഷൻ അടിക്കുന്നത് എന്നുള്ളത്. കാരണം എന്താണ്, ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ വളരെ സിമ്പിൾ ആണ്, നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഡ്രോ ദ ഇലക്ട്രോൺ ഡയഗ്രാം ഓഫ് NaCl. ഓക്കെ, ഈ NaCl സ്ഥാനത്ത് മെഗ്നീഷ്യം ഓക്സൈഡ് ചോദിക്കും. ഈ NaCl സ്ഥാനത്ത് ചിലപ്പോൾ സോഡിയം ഓക്സൈഡ് ചോദിക്കും. അങ്ങനെ വ്യത്യസ്ത എക്സാമ്പിൾ ചോദിക്കും. പക്ഷെ ഒറ്റ മെത്തേഡാണ്. ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞാൽ ഏത് എക്സാമ്പിൾസ് തന്നാലും നിങ്ങൾക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എന്ത് തന്നിട്ടുണ്ട്, അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മുക്കാല് ടെൻഷനും പോയി. എനിക്കറിയാം എന്റെ മക്കളുടെ മനസ്സ്, കാരണം എന്റെ മക്കൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, മിസ് അറ്റോമിക് നമ്പർ തരുമോ, അറ്റോമിക് നമ്പർ തരുമോ, എന്താ ചെയ്യേണ്ടത്, ഭയങ്കര വെപ്രാളാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അങ്ങനെ എടുത്തുകൊണ്ടുവന്ന ചോദ്യമാണ്, ഞാൻ ടൈപ്പ് ചെയ്തെടുത്ത ചോദ്യമാണ്. അതിൽ എന്ത് തന്നിട്ടുണ്ട്, അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. ഇനി അങ്ങനെ അഥവാ തന്നില്ലെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറച്ചു നോക്കാടാ. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ചോദ്യം, നമ്മുടെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വേറെ ഏതെങ്കിലും ചോദ്യത്തിന്റെ താഴെ എന്ത് തന്നിട്ടുണ്ടാവും, ചിലപ്പം സെയിം ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ടാവും. പോരെ, അത് വെച്ച് നമുക്ക് എഴുതിക്കൂടെ, തെറ്റാതെ എഴുതിക്കൂടെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കൂൾ ഓഫ് ടൈം ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിക്കാൻ ഉപയോഗിക്കുക കേട്ടോ. എവിടേക്കൊക്കെയാ എന്തൊക്കെയൊക്കെയാ നമുക്ക് അടിച്ചു മാറ്റാനുള്ളത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. മറ്റുള്ളവരുടെ അടുത്തൊന്നല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എന്തുണ്ട്, ചോദ്യമുണ്ട്, അതിന് വേണ്ട ട്രിക്സും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കണം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓരോരോ ആറ്റത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ആദ്യം എഴുതണം. അപ്പൊ ഞാൻ എടുക്കുകയാണെങ്കിൽ സോഡിയം ആറ്റം എടുത്തു, അറ്റോമിക് നമ്പർ 11 ആണെന്ന് തന്നു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക, 11 ഇലക്ട്രോൺസ് ഉണ്ട്. ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോണിനെ കൊടുത്തു കേട്ടോ. രണ്ടാമത്തെ ഷെല്ലില് മാക്സിമം 8 ഇലക്ട്രോൺസേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ 8 ഇലക്ട്രോൺസ് നമ്മൾ അവിടെ എടുത്തു. മൂന്നാമത്തെ ഷെല്ലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, യെസ്, 8 + 2 10 ഇലക്ട്രോൺസ് ആയി. 1 ഇലക്ട്രോൺ ആണ് ബാക്കിയുള്ളത്. ആ 1 ഇലക്ട്രോണെ ഞാൻ മൂന്നാമത്തെ ഷെല്ലിൽ കൊടുത്തു. സെറ്റ് ആണല്ലോ. ഇനി ചെയ്യേണ്ടത് ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. 2 8 7. ഞാൻ എങ്ങനെയാണ് ഒറ്റയടിക്ക് 2 8 7 എഴുതിയത്, അറ്റോമിക് നമ്പർ 17 ആണ്. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസേ കൊള്ളത്തുള്ളൂ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കൊള്ളും. അപ്പൊ 8 + 2 10 ആയേ. ബാക്കിയുള്ള 7 ഇലക്ട്രോൺസ് ഞാൻ എന്ത് ചെയ്തു, മൂന്നാമത്തെ ഷെല്ലിൽ കൊടുത്തു. ഇതുവരെ എന്റെ മക്കൾക്ക് ആർക്കും സംശയമില്ല. ഇനി ചെയ്യേണ്ടത്, ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണെ മാത്രം വരച്ചാൽ മതി. ഇവിടെ നമ്മുടെ സോഡിയത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ, ക്ലോറിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പൊ ഞാൻ എഴുതുകയാണ്, ഞാൻ വരയ്ക്കുകയാണ്. ഞാൻ സോഡിയം എന്ന് എഴുതി. സോഡിയത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 1 ഇലക്ട്രോണെ ഞാൻ ഇവിടെ വരച്ചു. പ്ലസ് എഴുതുകയാണ്, പ്ലസ് ക്ലോറിൻ എഴുതി. ക്ലോറിന്റെ ചുറ്റും നമുക്ക് എത്ര ഇലക്ട്രോൺസ് ആണ്, 7 ഇലക്ട്രോൺസ് ആണ് അല്ലെ. ആ 7 ഇലക്ട്രോൺസിന് ഞാൻ വരയ്ക്കുകയാണ്. 1 2 3 4 5 6 7 ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരച്ചല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ സോഡിയത്തിൽ നിന്നുള്ള ഈ 1 ഇലക്ട്രോൺ സോഡിയം എന്ത് ചെയ്യുന്നു, ക്ലോറിന് വിട്ടുകൊടുക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാ ആൻസർ എഴുതേണ്ടത്, സോഡിയം ഞാൻ Na എന്ന് എഴുതി. Na അവിടെ ഞാൻ ആ ഒരു ഇലക്ട്രോണെ റെപ്രസെന്റ് ചെയ്യണോ, വേണ്ടടാ. കാരണം എന്താണ്, ഈ 1 ഇലക്ട്രോൺ അവിടുന്ന് കൊടുത്തു. അപ്പൊ പിന്നെ അവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടോ, ഇല്ല. അപ്പൊ ഞാൻ സോഡിയം എന്ന് എഴുതിയിട്ടുണ്ട്. സോഡിയത്തിന് ഞാനൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ വരച്ചു. അത് എന്തിനാണ്, എനിക്ക് ചാർജ് കൊടുക്കണം. കാരണം ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇവിടെ എന്ത് കിട്ടി, Na+ എന്ന് കിട്ടി. ഇനി ക്ലോറിന്റെ കേസ് എന്താണ്, ഞാൻ ഇവിടെ എഴുതുക കേട്ടോ.
ക്ലോറിന് ഓൾറെഡി എന്തുണ്ട് 7 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4 5 6 7 ഇലക്ട്രോൺസ് ഉണ്ട്. സോഡിയത്തിന്റെ ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ സ്വീകരിച്ചു അല്ലെ, ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു. നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചതുകൊണ്ട് ക്ലോറിൻ എന്ത് വന്നു, Cl- എന്ന് പറഞ്ഞ ചാർജ് വന്നു. സംശയമില്ലല്ലോ. അപ്പൊ Na+ഉം Cl- നമുക്ക് കിട്ടിയില്ലേ. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. എടാ 2 മാർക്കിന്റെ ചോദ്യം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി 3ാമത്തെ മാർക്ക് എവിടെയാ ചോദിക്കാന്നറിയോ, ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ചോദിക്കും. നോക്കാം, ഇവിടെ നമുക്കറിയാം 281 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇവിടെ നമുക്ക് എത്രയാ വരുന്നത്, 287 എന്നാണ് അല്ലെ, നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്താ ചെയ്യുന്നത്, ഈ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് എന്തായിട്ട് മാറി, 2,8 ആയിട്ട് മാറി. കാരണം ഒരു ഇലക്ട്രോണിനെ കൊടുത്തു, അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് ചാർജും ഇവിടെ നമ്മൾ 1ഉം എഴുതാത്തത്. ഓക്കെ, ഇനി ക്ലോറിൻ എന്താണ്, ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു അല്ലെ, 287 7 ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറി, 288 ആയിട്ട് മാറി. 3 മാർക്കാണ് ലഭിച്ചത് കേട്ടോ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, അയോണിക് കോമ്പൗണ്ട് ആണെങ്കിൽ NaCl അയോണിക് കോമ്പൗണ്ട് ആണ്. അയോണിക് കോമ്പൗണ്ട് ആണെങ്കിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് വരച്ചിട്ട് നമ്മൾ ചാർജ് റെപ്രസെന്റ് ചെയ്യാണ് വേണ്ടത്, ചാർജ് വെച്ച് എഴുതുകയാണ് വേണ്ടത്. സെറ്റ് ആണല്ലോ. ഇനി ഒരാൾ പോലും ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം അറിയില്ല, സംശയമുണ്ട്, ടെൻഷൻ ഉണ്ടെന്ന് പറയരുത്. നന്നായിട്ട് പോയി എഴുതുക, സാവധാനം സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിച്ചിട്ട് എഴുതുക കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ്. അയ്യോ, ഈ ചോദ്യം കാണുമ്പോൾ എനിക്ക് മക്കളെയാണ് ഓർമ്മ വരിക. കാരണം എന്താ അറിയോ, മെജോറിറ്റി മക്കളും ഈ ചോദ്യം കാണുമ്പോൾ സ്കിപ്പ് അടിച്ചാലും അടുത്ത വേണ്ട ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കും. കാരണം ഭയങ്കര പേടിയാണ്. ഇനിയിപ്പോ എലമെന്റുകൾ തമ്മിൽ കൂടിച്ചേർന്നിട്ട് കെമിക്കൽ ഫോർമുല എഴുതാൻ പറഞ്ഞാലോ പോയി അവരുടെ കാര്യം. എന്നാ ഞാൻ ഈസി വേ ഞാൻ പറഞ്ഞുതരാം. വിത്തിൻ 1 മിനിറ്റ് നമുക്ക് അത് എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ ഇവിടെ കുറച്ച് എലമെന്റുകളും അവരുടെ അറ്റോമിക് നമ്പറും തന്നിട്ടുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ എന്താന്ന് നോക്കാം. എന്താണ്, വിച്ച് എലമെന്റ് ഹാസ് ദ ടെൻഡൻസി ടു ലൂസ് ഇലക്ട്രോൺ. സോറി, രാസപ്രവർത്തന വേളയിൽ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള മൂലകം ഏതാണ്? അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ അറ്റോമിക് നമ്പർ ഉപയോഗിച്ചിട്ട് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അപ്പൊ ഞാൻ എഴുതുകയാണ് കേട്ടോ. അറ്റോമിക് നമ്പർ 9 എന്ന് പറഞ്ഞാല് 2, എത്രയാണ് വരുന്നത്, 7 ആണ് വരുന്നത്. അറ്റോമിക് നമ്പർ 10 എന്ന് പറഞ്ഞാല് 2,8 ആണ് വരുന്നത്. അറ്റോമിക് നമ്പർ 12 എന്ന് പറഞ്ഞാല് 2, എത്രയാ വരുന്നത്, 2,8,2 എന്നാണ് വരുന്നത്. അറ്റോമിക് നമ്പർ 17 എന്ന് പറഞ്ഞാലോ 2,8,7 ആണ് വരുന്നത് അല്ലെ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ള ഏറ്റവും എളുപ്പ വഴി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോണ്ടന്റ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു, ആദ്യത്തെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം 8, മൂന്നാമത്തെ ഷെല്ലിൽ 18, നാലാമത്തെ ഷെല്ലിൽ 32. അങ്ങനെയാണ് ഓരോരോ ഷെല്ലുകളിലും നമ്മൾ ഇലക്ട്രോൺ എഴുതുന്നത്. അപ്പൊ ആദ്യത്തേത് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ സാധ്യതയുള്ള എലമെന്റ് ഏതാണ്. എടാ ഇവിടെ നോക്കിക്ക്, ഇവിടെ 8 ആവാൻ വേണ്ടി എന്താ ചെയ്യുക, ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്യുക അല്ലെ. ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. ഇനി രണ്ടാമത്തെ ബി എടുത്തേ, ഓൾറെഡി എന്തുണ്ട്, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. ഇനി സി എടുത്തേ, അവസാനത്തെ ഷെല്ലിൽ 8 ആവാൻ വേണ്ടിയിട്ട് ഈ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ആ 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഡി എടുത്തേ, ഡി ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് 7+1 8 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ തന്നാല് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ണടച്ച് എഴുതിക്കൊള്ളടാ. എടാ കണ്ണടച്ച് ഇങ്ങനെ 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 എഴുതിയിട്ട് തെറ്റിക്കരുത്, അവിടെ ഇവിടെ ഒന്നും കൊണ്ട് എഴുതരുത്. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ട്രസ്റ്റോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക. കാരണം ആദ്യം നമ്മൾ എഴുതേണ്ടത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെയാണ്. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, നമ്മൾ വാലൻസി കണ്ടുപിടിക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്ന എലമെന്റ് ഏതാണ്, നഷ്ടപ്പെടുത്തുന്ന എലമെന്റ് ഏതാണ്, ആരാണ്, സി ആണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എഴുതാം, സി ആണ്. ഇനി അടുത്തത്, among these which one is the most stable element? ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ സ്റ്റേബിൾ എലമെന്റ് ഏതാണ്? അതാ നോക്കിക്കേ, ഈ ബി അല്ലേ സ്റ്റേബിൾ എലമെന്റ് എന്ന് പറയാൻ കാരണം എന്താ, കാരണം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഓൾറെഡി 8 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇവിടെ സ്റ്റേബിൾ എലമെന്റ് എന്ന് പറയുന്നത് ബി ആണ്. കാരണം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,8 ആണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്, അതുകൊണ്ട് സ്റ്റെബിലിറ്റി കൈവരിച്ചു. ഇനി അടുത്ത ചോദ്യമാണ്, റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബൈ ദ റിയാക്ഷൻ എ ആൻഡ് സി. എയും സിയും കൂടി ചേർന്ന്
ചേർന്നാൽ ഉണ്ടാവുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല എഴുതാനാണ് ചോദിച്ചത്. ഞാൻ പറയട്ടെ. എന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 9. സി എത്രയാണ്? 12. അപ്പൊ ഞാൻ എഴുതാണ് A 9 സി 12. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. നമുക്ക് ഒന്നിച്ച് എഴുതാം. 2 7 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. 9 ആദ്യത്തെ ഷെല്ലിൽ 2, ബാക്കി 7 എഴുതി. എന്താണ്? സി 12 എന്ന് തന്നിട്ടുണ്ട്. 12 എന്ന് പറഞ്ഞാല് 282 എന്ന് പറഞ്ഞു. നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് ഔട്ടമോഷനിൽ 8 ആയിട്ട് മാറുന്നു. ഇവിടെ 2 ഇലക്ട്രോണിനെ എന്താണ് ചെയ്യുന്നത്? ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ഡൊണേറ്റ് ചെയ്തിട്ട് ഇവിടെ ആക്സെപ്റ്റ് ചെയ്തിട്ട്, അപ്പൊ ഡൊണേറ്റ് ചെയ്തിട്ട് നമ്മുടെ സി എന്താവുന്നുണ്ട്? ഔട്ടമോഷനിൽ 8 ഇലക്ട്രോൺസ് ആക്കി മാറ്റുന്നുണ്ട്. അതിനെയല്ലേടാ നമ്മൾ വാലൻസി എന്ന് പറയുന്നത്. അപ്പൊ എന്റെ വാലൻസിയും സിന്റെ വാലൻസിയും നമുക്ക് കിട്ടിയില്ലേ? യെസ്, എന്റെ വാലൻസി എന്ന് പറയുന്നത് എത്രയാണ്? 1 സിന്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആണെന്ന് നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, വാലൻസി എന്ന് പറയുന്നത് എന്താണ്? എത്ര ഇലക്ട്രോണിയാണോ ആക്സെപ്റ്റ് ചെയ്യുന്നത്, എത്ര ഇലക്ട്രോണിയാണോ വിട്ടുകൊടുക്കുന്നത്, അതിനെയാണ് വാലൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയതിനു ശേഷം നമ്മൾ വാലൻസി കണ്ടെത്തി. ഇനി ചെയ്യേണ്ടത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്റെ താഴെ നമ്മൾ എന്ത് ചെയ്യണം? സിന്റെ വാലൻസിയും സിന്റെ താഴെ നമ്മൾ എന്താണ്? എന്റെ വാലൻസിയും എഴുതണം. എന്റെ താഴെ സിന്റെ വാലൻസിയും സിന്റെ താഴെ എന്റെ വാലൻസിയും. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, മിസ്സേ എ ആണോ സി ആണോ ആദ്യം എഴുതേണ്ടത്? പേര് തന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ അറിയാം അല്ലെ. മെഗ്നീഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം ഫ്ലൂറൈഡ് എന്നൊക്കെ തന്നാലും മെഗ്നീഷ്യം ആദ്യം, ഫ്ലൂറിൻ രണ്ടാമത്. മെഗ്നീഷ്യം ക്ലോറൈഡ് ആണെങ്കിൽ മെഗ്നീഷ്യം ആദ്യം, ക്ലോറിൻ രണ്ടാമത്. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും തന്നിട്ടില്ല. അപ്പൊ മിസ് ഞാൻ ഏതാണ് ആദ്യം എഴുതേണ്ടത്? ആരാണോ ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്നത് അയാളെ നമ്മൾ ആദ്യം എഴുതണം. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നത് സി അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം സി എഴുതി, രണ്ടാമത് എ എന്ന് എഴുതി. സിന്റെ താഴെ നമ്മൾ ആരുടെ വാലൻസിയാണ് എഴുതേണ്ടത്? എന്റെ വാലൻസിയാണ് എഴുതേണ്ടത് അല്ലെ. 1 എന്ന് എഴുതി. ഇനി എന്റെ താഴെ ആരുടെ വാലൻസി എഴുതണം? സിന്റെ വാലൻസി എഴുതണം. ഞാൻ 2 എന്ന് എഴുതി. ഇതിനെ നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതാം? C82 എന്ന് സിമ്പിൾ ആയിട്ട് എഴുതാം. എങ്ങനെയാണ്? C82 എന്ന് സിമ്പിൾ ആയിട്ട് എഴുതാൻ സാധിക്കുന്നു. ഈ ഒരു പോയിന്റ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അവിടെയാണ് മക്കൾ തെറ്റിക്കുക. അവസാനം നേരത്തെ ആൾക്കാർ പോയിട്ട് A2C എന്ന് എഴുതി വെക്കും. അങ്ങനെയല്ല, സി എഴുതാൻ കാരണം എന്താണ്? ഏത് എലമെന്റ് ആണോ ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ സിനെ ആദ്യം എഴുതിയിരിക്കുന്നത്. സെറ്റ് ആണല്ലോ. ഇനി എന്റെ മക്കൾ തെറ്റിക്കത്തില്ലല്ലോ. യെസ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഐഡിയ കിട്ടും. ആ ഐഡിയ വെച്ചിട്ട് എന്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? എക്സാം എഴുതാം. സോ നാളത്തെ എക്സാം നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എഴുതൂലേ? ടീച്ചർക്ക് പ്രോമിസ് തരണം, ടീച്ചർക്ക് വാക്ക് തരണം. ഒറ്റ ചോദ്യം പോലും നിങ്ങൾ വിടരുത്. എല്ലാ ചോദ്യം നിങ്ങൾ എഴുതണം, എഴുതാൻ ട്രൈ ചെയ്യുക, നന്നായിട്ട് എഴുതാടാ. ഓക്കെ, എനിക്ക് അറിയില്ലല്ലോ, ഇനിയിപ്പം ആ ഒരു ഓപ്ഷൻ എനിക്ക് അറിയില്ല, ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കരുത്. നമ്മൾ ട്രൈ ചെയ്താലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാനും സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. മാത്രമല്ല കമന്റ് ബോക്സിൽ പറയണം നിങ്ങൾ ഫുൾ കോൺഫിഡൻസോട് കൂടിയാണോ നാളത്തെ കെമിസ്ട്രി പരീക്ഷയ്ക്ക് പോകുന്നത് എന്നുള്ളത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? യെസ്, ദ വാലൻസി ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ. ഈ വാലൻസി ഉപയോഗിച്ചിട്ട് ബേരിയം ക്ലോറൈഡിന്റെ ഫോർമുല എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ സിമ്പിൾ ആണ്, കാരണം ബേരിയം ആദ്യവും ക്ലോറിൻ രണ്ടാമതും ആണ് അല്ലെ. ബേരിയത്തിന്റെ വാലൻസി തന്നിട്ടുണ്ട്. ബേരിയം നേരത്തെ തന്ന അതേ ചോദ്യമാണ്, എന്നാൽ ഇവിടെ ഒറിജിനൽ എലമെന്റുകളുടെ സിമ്പിൾ തന്നേ ഉള്ളൂ. ബേരിയത്തിന്റെ വാലൻസി 2 ആണെന്ന് തന്നിട്ടുണ്ട്. ക്ലോറിന്റെ വാലൻസി 1 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ബേരിയത്തിന്റെ താഴെ ക്ലോറിന്റെ വാലൻസിയും ക്ലോറിന്റെ താഴെ ബേരിയത്തിന്റെ വാലൻസിയും എഴുതുന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? BA താഴെ 1 എന്നും CL താഴെ 2 എന്നും കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? BaCl2 ആണ് ബേരിയം ക്ലോറൈഡിന്റെ ഫോർമുല എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ചോദിക്കും, മിസ്സേ ഡൊണേറ്റ് ചെയ്യുന്നതും ആക്സെപ്റ്റ് ചെയ്യുന്നതും നോക്കണ്ടേ? ചെയ്യണം. ഇവിടെ ഡൊണേറ്റ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത് ബേരിയം. ആക്സെപ്റ്റ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ രണ്ടാമത് എഴുതിയിരിക്കുന്നത് ക്ലോറൈഡ്. അതേപോലെ അടുത്തൊരു എക്സാമ്പിൾ അലൂമിനിയം ഓക്സൈഡ്. ഓക്കെ, അലൂമിനിയത്തിന്റെ വാലൻസി 3 എന്നും തന്നിട്ടുണ്ട്, ഓക്സിജന്റെ വാലൻസി 2 എന്നും തന്നിട്ടുണ്ട്. ഇതേ ടൈപ്പ് ചോദ്യം പരീക്ഷയിൽ ചോദിക്കും കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അലൂമിനിയത്തിന്റെ വാലൻസി 3 എന്ന് എഴുതി, ഓക്സിജന്റെ വാലൻസി 2 എന്ന് എഴുതി. ഇത് രണ്ടും നമ്മൾ എന്താണ്? യെസ്, നമ്മൾ ക്രോസ് ചെയ്ത് എഴുതുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? AL താഴെ 2 എന്നും Oന്റെ താഴെ 3 എന്നും കിട്ടി. ഇത്രയുള്ള ഫോർമുല. അലൂമിനിയം ഓക്സൈഡ് എത്രയാണ്? Al2O3. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ അലൂമിനിയം ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എഴുതി കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് എന്തുണ്ട്? ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. യെസ്, ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഐസോടോപ്സ്. ഞാൻ ഓരോരോ ചോദ്യം തരുന്നതിന്റെ പകരം എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഒറ്റ
ഒരു സ്ലൈഡിലാണ് കാണിച്ചത് അല്ലെ. വിഷമിക്കേണ്ട, മലയാളം മീഡിയത്തിന്റെ സ്ലൈഡ് ഇവിടെ ഉണ്ട് കേട്ടോ, മലയാളത്തിലുള്ള സ്ലൈഡ് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോരോ ഐസോടോപ്സിന്റെ യൂസസ് നോക്കാം. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കും, അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കോൺസെൻട്രേറ്റ്. അപ്പൊ എന്താണ് ഡ്യൂട്ടീരിയം? ചിലപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ H12 എന്ന് തരാട്ടോ. H12 എന്ന് പറഞ്ഞാൽ ആരാണ്? ഡ്യൂട്ടീരിയം ആണ്. ഡ്യൂട്ടീരിയം നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഏജ് ഓഫ് ഫോസിൽസ് കാർബൺ 14 അല്ലെ. ഇതാണ് കാർബൺ 14 ആണ്. തെറ്റിക്കരുത്, കാർബൺ 14 ആണ് കറക്റ്റ് ആൻസർ. എന്റെ മക്കൾ തെറ്റിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്, കാരണം 100 വട്ടം ഞാൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി ഫോസ്ഫറസ് 31 നമ്മൾ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? ട്രേസേഴ്സ് അല്ലെ. എന്താണ്? ട്രേസേഴ്സ് ആയിട്ട്. എവിടെ ട്രേസേഴ്സ് ആയിട്ടാണ്? ചെടികളിലുള്ള ന്യൂട്രിയൻ എക്സ്ചേഞ്ചുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ട്രേസേഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഫോസ്ഫറസ് 31. ഇനി അയോഡിൻ 131 എവിടെയാണ്? മെഡിക്കൽ ഫീൽഡിലാണ് അല്ലെ. മെഡിക്കൽ ഫീൽഡിലാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഗോയിറ്റർ ഇല്ലേ, ഗോയിറ്റർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? അയോഡിൻ 131 നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദ ലാസ്റ്റ് വൺ ആസ് എ ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. ശ്രദ്ധിക്കണേ, മിക്ക ആളുകളുടെ അടുത്തൊന്നും മാറിപ്പോവാറുണ്ട്. ഫ്യൂവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? യുറാനിയം 235 ആണ്. ആരാണ്? ഇറ്റ് ഇസ് യുറാനിയം 235. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കണ്ടു അല്ലെ. കൊബാൾട്ട് 60 ഉണ്ട്. കൊബാൾട്ട് 60 ആണെങ്കിലും മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇത്രയും ചോദ്യങ്ങൾ മതിയട നമുക്ക് എന്ത് ചെയ്യാന്. നമ്മൾ ഓൾറെഡി 4 മാർക്കിന്റെ ചോദ്യം, 1 മാർക്കിന്റെ ചോദ്യം, 2-3 മാർക്കിന്റെ ചോദ്യം നമ്മൾ കണ്ടു. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഓൾ ദി വെരി 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 ബെസ്റ്റ്. ഓക്കെ, ഞാൻ പിന്നെയും പറയുന്നു, ഒരു ചോദ്യം പോലും എന്റെ മക്കൾ സ്കിപ്പ് ചെയ്യരുത്. എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് ഒരു ചോദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയാൽ കണ്ണടച്ചാലോചിക്കുക, ശ്രീലക്ഷ്മി മിസ് എന്തായിരുന്നു പറഞ്ഞിരുന്നത്, എന്തായിരുന്നു പഠിപ്പിച്ചിരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുണ്ടായിരുന്നത് എന്ന് നിങ്ങൾ ഓർത്താൽ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചിട്ട് നാളത്തെ എക്സാം അടിപൊളിയായിട്ട് തന്നെ എല്ലാവർക്കും എഴുതാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, ബൈ ബൈ.